എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഒരു വൈറ്റമിൻ സി ഓയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓയിൽ ഉപയോഗിച്ചിട്ട് ഓയിലൊക്കെ തേച്ച് കുളിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഓയിൽ തേച്ച് കുളിക്കാതെ വൈറ്റമിൻ സി ഒക്കെ ആഡ് ചെയ്ത ഓയിൽ ഉപയോഗിച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കൂടുതൽ റെജുവിനേറ്റ് ആക്കാനും അതുപോലെ കൂടുതൽ ബ്രൈറ്റൻ ആക്കാനും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഒക്കെ ആക്കാനായിട്ടും അത് വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈറ്റമിൻ സി ഓയിൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ്. അപ്പോൾ ഇത് ഉണങ്ങിയ തൊലിയല്ല, പച്ച ഓറഞ്ചിൻ്റെ, ഇന്ന് ഞാൻ ജ്യൂസ് അടിച്ച ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കാരണം പുഴുവൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല മരുന്നുകൾ ഉപയോഗിച്ചതായിരിക്കും അത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അലോവരയാണ്. ഇത് ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. അതിന് ശേഷം ഇത് നന്നായിട്ട് വെള്ളമൊന്നുമില്ലാതെ ഇതുപോലെ നല്ല കുഞ്ഞ് സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ അടി കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ വളരെ നല്ലതാണ്. ഒലിവ് ഓയിലിനകത്ത് നമ്മൾ വൈറ്റമിൻ സി ഒക്കെ ആഡ് ചെയ്ത് ഓയിൽ ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെ ആൽമണ്ട് ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. എന്നിട്ട് ഇനിയിപ്പം ഞാനിത് ചൂടാവാനൊന്നും നിൽക്കുന്നില്ല. കാരണം ചൂടായി കഴിയുമ്പോഴത്തേട്ട് നമ്മൾ ഇതിൽ വാട്ടറിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചൂടാകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അലോവരയും അതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ പീലും കൂടെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആ അലോവരയുടെ തണ്ടും നമ്മുടെ ഓറഞ്ചിൻ്റെ പീരും എല്ലാം കൂടെ നന്നായിട്ട് ആ ഓയിലിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് പതുക്കെ ചെറിയ തീയിൽ നമുക്ക് ഒരുപാട് ഹൈ ഫ്ലെയിമും വെക്കണ്ട, ഒരുപാട് ലോയിലും വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഒന്നങ്ങ് ചുരുങ്ങി അതുപോലെ നമ്മുടെ അലോവരയുടെ ഇതുമൊക്കെ ജ്യൂസും അതിൻ്റെ അകത്തെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നോടം വരെ നമുക്കൊന്ന് ഇതൊന്ന് അടുപ്പേ വെച്ചൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഓറഞ്ചിൻ്റെ തൊലി പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അരിച്ചെടുത്തതിന് ശേഷം ആ പീസുകളെല്ലാം കൂടി അരിപ്പയിലിട്ടിട്ട് ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ ഫുള്ളായിട്ട് ഇങ്ങ് ഒഴുകി വരാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് കുളിക്കാൻ നേരത്ത് അപ്ലൈ ചെയ്യാം. നമ്മളെപ്പോഴും നമ്മുടെ ബോഡിയിലോ ഫേസിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തൊന്ന് ചൂടാക്കിയിട്ട് തേക്കുവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാനായിട്ട് നമ്മളെ സഹായിക്കും. അത് കാരണം കൊണ്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്തേക്കൊക്കെ എങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടോട്ടലി അത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കയ്യിലേക്കും കഴുത്തേലേക്കും എല്ലാം നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. അപ്പം മസാജ് ചെയ്യേണ്ട രീതിയും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. അതിപ്പോൾ ഞാൻ ഫേസിലേക്കും കയ്യിലേക്കും ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മുഖം മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുഖം മസാജ് ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കി ഓയിലൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ മുഖം മസാജ് ചെയ്യുന്ന രീതികളാണ് ഞാൻ കാണിച്ചു തരുന്നത്. കവിള് മസാജ് ചെയ്യുന്നു, അപ്വേർഡ് മസാജ് ചെയ്യണം, അതിനുശേഷം താടി, ഇങ്ങനെ എല്ലാ മസാജുകളും ഒരു 4 പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുക. അപ്പം നമ്മുടെ ഫേസിന് കംപ്ലീറ്റ് ആയിട്ട് മസാജ് കിട്ടിക്കോളും. ഓരോ മസാജുകളുമാണ് ഞാൻ കാണിച്ചു തരുന്നത്. 4 പ്രാവശ്യം കാണിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ 4 പ്രാവശ്യം കാണിക്കാതെ കുറച്ച് പ്രാവശ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഓരോ മസാജ് ചെയ്യുമ്പോഴും നിങ്ങളതൊരു അറ്റ്ലീസ്റ്റ് ഒരു 4 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിരികത്തിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് അതുപോലെ നമ്മുടെ ചുണ്ടിന് ചുറ്റും നമ്മളിങ്ങനെ റൗണ്ടിൽ, പിന്നെ നമ്മൾ ലിപ്സ് മസാജ് ചെയ്യണത് എങ്ങനെയാണ്, നമ്മുടെ കൃതാവ് എങ്ങോട്ടാണോ ഇരിക്കണേ അവിടേക്കാണ് നമ്മൾ ലിപ്പ് മസാജ് ചെയ്യേണ്ടത്. പിന്നെ ഐസ് ഇങ്ങനെ നമ്മുടെ ടെമ്പിൾ പോയിന്റിലേക്കാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. എല്ലാം വളരെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് ചെയ്യുക. അതുപോലെ ന്യൂസിൻ്റെ പാലം ഇങ്ങനെ ഫ്രണ്ടിലേക്ക്, അതിനുശേഷം നമ്മൾ നമ്മുടെ ബാക്ക് നെക്കും നമ്മുടെ ചെവിയുടെ പുറകുഭാഗവും എല്ലാം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ ബോഡിയിലേക്കും കൂടെ
മസാജ് ചെയ്തതിന് ശേഷം കുളിക്കാം. ഇതിപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ല. സോപ്പ് ഉപയോഗിച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്തതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പയറുപൊടിയാണ്. പയറുപൊടിയും കൂടെ കൂടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കണതാണ്. ഇതിപ്പോൾ എൻ്റെ ഏകദേശം തീരാറായി. അപ്പോൾ ഞാൻ ആ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്ന ദിവസങ്ങളിൽ ഞാനിത് ഉപയോഗിച്ചിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കുളിച്ചാലും മതി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും, അതായത് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ കൂടുതൽ ആൾക്കാർക്കും ഇന്നത് ഉപയോഗിക്കുന്നത് സ്കിന്നിന് നല്ലതാണ്, അല്ലെങ്കിൽ ഇന്നത് ഉപയോഗിക്കുന്നത് സ്കിന്നിന് നല്ലതാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. പക്ഷെ പലർക്കും അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൂട്ടുകാരിലേക്ക്, അറിയത്തില്ലാത്ത കൂട്ടുകാരിലേക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല സുന്ദരികളായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.